ഡിന്നർ നന്നായിട്ട് ലേറ്റായി. അപ്പം ഇന്ന് ഇച്ചിരി നേരത്തെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറേ പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. കുറച്ച് കോളിഫ്ലവർ ആദ്യം തന്നെ കഴുകി ഒന്ന് ചൂടുവെള്ളത്തിലും മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി പച്ചക്കറിയായിട്ട് തക്കാളിയും പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം കൂടെ പ്രഷർ കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് ഫ്രോസൺ ബെൽ പെപ്പറും ഫ്രോസൺ ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. ഞാൻ ഗ്രീൻ പീസ് നമ്മുടെ വലിയ പാക്കറ്റിൽ കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അത് റീസീൽ ചെയ്യാൻ പറ്റുന്ന പാക്കറ്റാണ്. പക്ഷേ ഈ ഒരു ബെൽ പെപ്പറിൻ്റെ പാക്കറ്റ് വോൾമാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത് റീസീൽ ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് നോക്കിയിട്ട് നമ്മുടെ ഇലാസ്റ്റിക് ബാൻഡ് കണ്ടുമില്ല. പിന്നെ ആ കവറിൻ്റെ സൈഡ് കൊണ്ട് തന്നെ അത് കെട്ടി തിരിച്ച് ഫ്രീസറിൽ വെച്ചു. പച്ചക്കറികളും നമ്മുടെ കഴുകിയെടുത്ത കോളിഫ്ലവറും ഒക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് വെള്ളം നമ്മുടെ ആ പച്ചക്കറിയുടെ ലെവലിൽ ഒഴിച്ച് പ്രഷർ കുക്ക് ചെയ്ത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വലിയ പണിയൊന്നുമില്ല. ഈ പച്ചക്കറികൾ കട്ട് ചെയ്യുന്ന ആ ഒരു സമയം മാത്രമേ വേണ്ടൂ. ആ സമയം കൊണ്ട് വിനീതും ജോലി കഴിഞ്ഞ് കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ വിനീതിനെ ഏൽപ്പിച്ച് പെട്ടെന്ന് കിടന്ന പാത്രങ്ങളും കഴുകി അടുക്കളയുടെ സ്ലാബൊക്കെ ഒന്ന് തുടച്ചെടുത്തു. ഇനി ആ ഒരു തുണി നമ്മൾ വെയിലത്തിട്ട് ഉണക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് വൃത്തിയായിട്ട് ഉണങ്ങി കിട്ടുമല്ലോ. വലിയ വെയിലൊന്നുമില്ല, ഉള്ള വെയിലും വെട്ടത്തൂലും ഒക്കെ ഇട്ടു. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറിനകത്ത് പച്ചക്കറികളും വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ പെട്ടെന്ന് നമ്മുടെ സിങ്കും കൂടി ഒന്ന് കഴുകിയെടുക്കാം. ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം സിങ്ക് ഒന്ന് വൃത്തിയായിട്ട് കഴുകുന്നത് നല്ലതായിരിക്കും. പച്ചക്കറികളൊക്കെ വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പം അതിന് ഞാനൊരു പൊട്ടറ്റോ മാഷറാണ് യൂസ് ചെയ്യുന്നത്. ഇത് എന്താ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. ഇത് നമ്മൾ ഇന്ന് പാവ് ഭാജി മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പച്ചക്കറികൾ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്ന ബുദ്ധിമുട്ടുമില്ല. എല്ലാം കൂടി അടിപൊളി ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിത് ബട്ടറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്ത ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തു. അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും ഒക്കെ ചേർത്തിട്ട് കുറച്ച് കശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും പാവ് ഭാജി മസാലയും ഒക്കെ ഇട്ടിട്ട് നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് മല്ലിയിലയും കസൂരിമേത്തിയൊക്കെ ആഡ് ചെയ്ത് ഇത്തിരി നേരം വഴറ്റി നമ്മൾ ഉടച്ചു വെച്ച പച്ചക്കറികളും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തതായതുകൊണ്ട് ഇനി കുറുകിപ്പോയെന്ന് തോന്നിയാൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ ചേർത്ത് കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും നാരങ്ങ നീരും ഒക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി ബട്ടറൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ട് സെർവ് ചെയ്യാം. ഇപ്രാവശ്യം റൈസിൻ ബൺ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ടി എന്ന് പറയുന്ന ഒരു ചൈനീസ് മാർക്കറ്റ് ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ബണ്ണല്ല സാധാരണ ഇതിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത്തിരി മധുരം ഇടയ്ക്ക് കടിച്ചാൽ നല്ലതായിരിക്കും എന്ന് തോന്നി. എന്നിട്ട് നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കി ഇങ്ങനെ അങ്ങോട്ട് സെർവ് ചെയ്താൽ മതി. വേണമെങ്കിൽ ഒരു ചെറിയ നാരങ്ങയുടെ പീസും കൂടെ സൈഡിൽ വെക്കും. ഇതിന്റെ ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മുടെ വീഡിയോയിലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു മുട്ട പുഴുങ്ങിയതും കൂടി വെച്ച് നമ്മുടെ ഡിന്നർ സെറ്റാക്കി. പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്കിക്കേ. അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കണേ.